വ്യാജരേഖ ചമച്ച് അവയവ കച്ചവടം നടത്തിയ കേസിൽ അന്വേഷണം ഊർജിതമാക്കി എറണാകുളം സിറ്റി പോലീസ്. കേസിലെ മുഖ്യപ്രതി നജീബ് കല്ലത്രയുടെ ഡയറിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 20-ലേറെ പേരിലേക്കാണ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് നിഷ ചേരുന്നുണ്ടല്ലേ ഗൗതം? നിഷ, ഈ അവയവ കച്ചവടം ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്? 20 പേർ കേന്ദ്രീകരിച്ച് ദ്രുതഗതിയിലുള്ള അന്വേഷണമാണോ പുരോഗമിക്കുന്നത്? പറയും. ഗൗതം, ഗോപിക, ഈ വ്യാജരേഖ ചമച്ച് അവയവ കച്ചവടം നടത്തിയ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ഊർജിതമാക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഈ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ കേസിലെ മുഖ്യപ്രതി നജീബ് കല്ലത്രയുടെ കുന്നത്തുനാട് പെരിങ്ങാലിലുള്ള വീട്ടിൽ പോലീസ് പരിശോധനകൾ നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ നിർണായകമായ പല രേഖകളും സാമ്പത്തിക ഇടപാടിൽ അടക്കമുള്ള രേഖകളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ നജീബ് കല്ലത്രയുടെ ഡയറിയിൽ നിന്നും ചില ആളുകളുടെ പേര് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നിരവധി ആളുകളുണ്ട്. ഇതിൽ 20-ലധികം ആളുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് എന്നാണ് കൊച്ചി സിറ്റി പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഡി സി പിയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നത്. ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ 20-ലധികം പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇവരെയൊക്കെ വിളിച്ച് ഇവരുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങളൊക്കെ തന്നെ SIT ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ ഈ 20 പേരെ കൂടുതൽ ചോദ്യം ചെയ്യും, അതിനായി ഇവരെ വിളിപ്പിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ അന്വേഷണം നടത്തുന്നത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തോടൊപ്പം തന്നെ റൂറൽ പോലീസും അന്വേഷണം നടത്തുന്നുണ്ട്. കേസിലെ മുഖ്യപ്രതിയായ നജീബ് കല്ലത്രയും ഇയാളുടെ ഭാര്യ റഷീദയും റൂറൽ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. റൂറൽ പോലീസ് ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്. ഉടൻ തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനായി ഇവരെ കസ്റ്റഡിയിൽ വാങ്ങും. ഈ പ്രതികളെ, മുഖ്യപ്രതിയായ നജീബിനെയും ഭാര്യയും ചോദ്യം ചെയ്യുന്നതോടുകൂടി തന്നെ ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുമെന്നാണ് പോലീസിൻ്റെ പ്രതീക്ഷ. എന്തായാലും ഒപ്പം തന്നെ ഈ കേസിൽ 9 പേരാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ആലപ്പുഴ അരൂരിൽ നിന്നും ഒരാളെ പിടികൂടിയിരുന്നു. ഒപ്പം തന്നെ ഈ കേസിൽ, അതായത് ഈ വ്യാജരേഖ ചമച്ച് അവയവ കച്ചവടം നടത്തുന്ന കേസിലെ പ്രധാന മുഖ്യ ഏജന്റുമാരായ 2 പേരുണ്ട്. രാജേഷ് എന്ന് പറയുന്ന 2 സഹോദരങ്ങളാണ്. ഇവരെ കഴിഞ്ഞ ദിവസം വാടക വീട്ടിൽ താമസിക്കുന്നു, അരൂരിലുള്ള വാടക വീട്ടിൽ താമസിക്കുന്നു എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം ഇവരെ അറസ്റ്റ് ചെയ്യാനായി പോയിരുന്നു. ആ സമയത്ത് പട്ടിയെ അഴിച്ചുവിട്ടാണ് ഇവർ രക്ഷപ്പെട്ടത്. ഇതിൽ രാജേഷാണ് എറണാകുളം ജില്ലയിൽ ഈ അവയവ കച്ചവടത്തിൻ്റെ മുഖ്യ സൂത്രധാരനെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ രാജേഷിന് കീഴിൽ നിരവധി സബ് ഏജന്റുമാരും ഈ വ്യാജരേഖ ചമച്ച് അവയവ കച്ചവടം അതിനായി പ്രവർത്തിക്കുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ സഹോദരന്മാർക്കായുള്ള അന്വേഷണവും പോലീസ് സംഘം ഊർജിതമാക്കിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം മുഖ്യപ്രതി നജീബിൻ്റെ ഡയറിയിൽ നിന്നും കിട്ടിയ പേരുവിവരങ്ങൾ അനുസരിച്ച് നിരവധി പേരിലേക്ക്, 20-ലധികം പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്യുന്നത്. ഗൗതം, ഗോപിക. ഓക്കെ, അപ്പോൾ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം ദ്രുതഗതിയിൽ നടക്കുന്നു. 20ഓളം പേരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്.